ഓഗസ്റ്റ് 9, 1925 ഉത്തർപ്രദേശ്, ബ്രിട്ടീഷ് ഇന്ത്യ. സമയം വൈകുന്നേരം ഏകദേശം 6:30 അടുക്കുന്നു. ലക്നൗ ലക്ഷ്യമാക്കി സഹാറൻപൂർ റെയിൽവേ ലൈൻസിലൂടെ കുതിച്ചു പായുകയാണ് നമ്പർ 8 ഡൗൺ ട്രെയിൻ. തദ്ദേശീയരായ ഇന്ത്യക്കാരും വെള്ളക്കാരും നിറഞ്ഞ ആ ട്രെയിൻ സാവധാനം കാക്കോരി സ്റ്റേഷനെ സമീപിച്ചു. ലക്നൌവിന് ഏകദേശം 15 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന പറയത്തക്ക പ്രാധാന്യമൊന്നുമില്ലാത്ത ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കാക്കോരി. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവത്തിന് അന്ന് സാക്ഷ്യം വഹിക്കാനുള്ള യോഗമുണ്ടായിരുന്നു കാക്കോരി റെയിൽവേ സ്റ്റേഷൻ. അല്പനേരം കാക്കോരി സ്റ്റേഷനിൽ നിർത്തിയിട്ടതിനു ശേഷം ട്രെയിൻ സാവധാനം നീങ്ങിത്തുടങ്ങി. സ്റ്റേഷൻ പിന്നിട്ട് വേഗതയാർജിച്ചോടെ യാത്രക്കാരിൽ നിന്നും കൊമ്പൻ മീശക്കാരനൊരു യുവാവ് എഴുന്നേറ്റ് സാവധാനം വാതിലിനെ സമീപിച്ചു. തല പുറത്തേക്കിട്ട് ഒരു പരിസരവീക്ഷണം നടത്തിയതിനു ശേഷം അയാൾ മെല്ലെ തിരികെ വന്ന് തന്റെ സീറ്റിലിരുന്നു. പിന്നീട് തനിക്ക് അഭിമുഖമായിരുന്നിരുന്ന മറ്റൊരു തൊപ്പിധാരിയായ ഒരു യാത്രക്കാരനെ നോക്കി അയാൾ തന്റെ മീശയൊന്ന് പിരിച്ചു. അതൊരു സിഗ്നലായിരുന്നു. അതോടെ തൊപ്പിധാരിയായ ആ യാത്രക്കാരൻ എഴുന്നേറ്റ് സാവധാനം അപായ ചങ്ങലയെ സമീപിക്കുകയും ചങ്ങല വലിക്കുകയും ചെയ്തു. എമർജൻസി ബ്രേക്കുകൾ അപ്ലൈ ചെയ്ത ട്രെയിൻ കുറച്ചു നേരത്തിനുള്ളിൽ നിശ്ചലമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് യാത്രക്കാർക്ക് മനസ്സിലാവുന്നതിന് മുൻപ് കമ്പാർട്ട്മെന്റിന്റെ പല ഭാഗത്തായി ഇരുന്നിരുന്ന ഓരോരോ ചെറുപ്പക്കാർ എഴുന്നേറ്റു. എല്ലാവരുടെ കൈകളിലും തോക്കുകൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ കൊമ്പൻ മീശക്കാരൻ നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന ശബ്ദത്തോടെ യാത്രക്കാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: യാത്രക്കാരെ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന വിപ്ലവകാരികളാണ്. നിങ്ങളുടെ ജീവനും മാനവും പണവും സുരക്ഷിതമാണ്. പക്ഷേ ദയവ് ചെയ്ത് ആരും ട്രെയിനിന് പുറത്തിറങ്ങാതിരിക്കുക. നമ്പർ 8 ഡൗൺ ട്രെയിനിൽ അന്ന് നടന്നത് മോഷണമോ കൊള്ളയോ ഒന്നുമായിരുന്നില്ല. സ്വന്തം കുടുംബവും ഭാവിയും ഉപേക്ഷിച്ച് രാജ്യത്തെ സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. 1914-18 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ബ്രിട്ടനെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ബ്രിട്ടീഷ് ആർമിയിലേക്ക് ഇന്ത്യൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അവർ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജമീന്ദാർമാരെയും നാട്ടുരാജാക്കന്മാരെയും സ്വയംഭരണാവകാശം കിട്ടുമെന്നും അല്ലെങ്കിൽ ഡൊമീനിയൻ സ്റ്റാറ്റസ് പദവിയെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് അവർ കൺവിൻസ് ചെയ്തു. ഇത് വിശ്വസിച്ച ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും ജമീന്ദാർമാരും കോൺഗ്രസിന് വൻ തുക സംഭാവന ചെയ്തു. ഇങ്ങനെ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബ്രിട്ടന്റെ യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. എന്നാൽ യുദ്ധം കഴിഞ്ഞ് ബ്രിട്ടൻ നന്ദി കാണിച്ചത് വിചാരണ കൂടാതെ ആരെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ അനുമതി കൊടുക്കുന്ന റൗലറ്റ് ആക്ട് പാസാക്കിയിട്ടായിരുന്നു. അതിനെതിരെ സമാധാനപരമായി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും അവർ കൊന്നുതള്ളി. സായിപ്പ് പറ്റിച്ചത് മനസ്സിലാക്കിയ ഇന്ത്യയിലെ യുവാക്കൾ കനത്ത പ്രതിഷേധം ആരംഭിച്ചു. ഏതൊരു പ്രതിഷേധത്തിനും ഏതൊരു ജനവികാരത്തിനും അത് എത്രത്തോളം ശക്തമായിക്കോട്ടെ, അത് കത്തി നിൽക്കുന്ന ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആവേശം കെടും. വാക്ക് തന്ന് വഞ്ചിച്ച ബ്രിട്ടീഷുകാരോടുള്ള ഇന്ത്യക്കാരുടെ പക ഇതുപോലെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സോ ആ മൊമെന്റം മുഴുവൻ, അതിന്റെ ആവേശം മുഴുവൻ കൃത്യമായി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ത്യക്കാർക്ക് ഇനിയും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. നാംധാരി സിഖ് സമ്പ്രദായത്തിലെ ഗുരുവായ സദ്ഗുരു രാം സിംഗിന്റെ സംഭാവനയാണ് സത്യാഗ്രഹം എന്ന ആശയം. ഗാന്ധിയൊക്കെ ചിത്രത്തിൽ വരുന്നത് പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. 1922 ഫെബ്രുവരി 2 ഗോരഖ്പൂരിലെ ഗൗരി ബസാറിൽ ഒരു പ്രതിഷേധം നടന്നു. ഭഗവാൻ ആഹിർ എന്ന ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ നയിച്ചിരുന്ന ആ പ്രക്ഷോഭം ഗൗരി ബസാറിലെ അനധികൃതമായ മദ്യവിൽപ്പനയ്ക്കെതിരെയും വിലക്കയറ്റത്തിനെതിരെയുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പോലീസ് വന്ന് സമരക്കാരെ തല്ലിയൊതുക്കുകയും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം തങ്ങളുടെ നേതാക്കളെ വിട്ടുകിട്ടാനായി സമരക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സമാധാനപരമായി മാർച്ച് ചെയ്തിരുന്ന ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു. ഇതിൽ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസുകാരെ മുഴുവൻ സ്റ്റേഷനിലിട്ട് കത്തിച്ചു. ചൗരി ചൗര എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ചൗരി ചൗര സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപകമായി വിജയകരമായി മുന്നേറിക്കൊണ്ടിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധി നിർത്തിവെച്ചു. ബ്രിട്ടീഷുകാർ തങ്ങളെ പറഞ്ഞു പറ്റിച്ചതിലുള്ള കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതിഷേധത്തിന്റെ കാറ്റും ഗ്യാസുമാണ് അതോടെ പോയത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ യുവത്വത്തിന്റെ സമരാവേശത്തിന്റെ ദിശയും ഗതിയുമാണ് ആ സംഭവത്തോടെ നഷ്ടപ്പെട്ടത്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനം തകർന്നതോടെ കോൺഗ്രസ് നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സച്ചീന്ദ്രനാഥ് സന്യാലും റാംപ്രസാദ് ബിസ്മിലും ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA. 1924 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് മുതലായ കരുത്തന്മാർ കൂടി സംഘടനയുടെ ഭാഗമായതോടെ HRA പൂർവാധികം ശക്തി പ്രാപിച്ചു. കാക്കോരി തീവണ്ടിക്കൊള്ളയ്ക്ക് പിറകിലെ ശക്തമായ കരങ്ങളും HRAയുടെ തന്നെയായിരുന്നു. ഏതൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ പണം അത്യാവശ്യമാണല്ലോ. HRAയ്ക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. അഭ്യസ്ത വിദ്യരെങ്കിലും പരമദരിദ്രരായിരുന്നു. നിത്യച്ചെലവിന് പോലും വക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവരായിരുന്നു HRAയിലെ അംഗങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ വൻതുക ചെലവഴിച്ച് തോക്കുകളും വെടിയുണ്ടകളും മറ്റായുധങ്ങളും അവരെങ്ങനെ സ്വന്തമാക്കാനാണ്? കീറിയ വസ്ത്രങ്ങൾ ധരിക്കാത്ത ഒരാൾ പോലും HRAയിൽ അംഗങ്ങളായിരുന്നില്ല. അങ്ങനെയുള്ള അവർ വിപ്ലവത്തിനുള്ള മൂലധനം സ്വരൂപിക്കാനായി കണ്ടെത്തിയ മാർഗമായിരുന്നു
ബ്രിട്ടീഷുകാർ അനധികൃതമായി ഇന്ത്യക്കാരിൽ നിന്നും പിടിച്ചുപറിച്ച പണം അവരിൽ നിന്നും തന്നെ തട്ടിയെടുക്കുക എന്നത്. ആ ചിന്തയുടെ അനന്തരഫലമായിരുന്നു കാക്കോരി ട്രെയിൻ കവർച്ച. ഒരിക്കൽ ഇതേ നമ്പർ 8 ഡൗൺ ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന രാംപ്രസാദ് ബിസ്മിൽ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും പിരിച്ചെടുത്ത നികുതി പണം ഈ തീവണ്ടിയിലേക്ക് ശേഖരിക്കപ്പെടുന്നത് യാദൃച്ഛികമായി കാണാനിടയായി. അതോടെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ആശയം ഉദിച്ചത്. ബ്രിട്ടീഷുകാർ ബലമായി നമ്മളിൽ നിന്നും തട്ടിയെടുത്ത് പിരിച്ചെടുക്കുന്ന പണം തന്നെ അവരിൽ നിന്നും പിടിച്ചെടുത്ത് അവർക്കെതിരെ ആയുധങ്ങൾ വാങ്ങാനായി ഉപയോഗിക്കുക. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ കൊള്ളയടിക്കാനായിരുന്നു അവർ ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ കൂടുതൽ പോലീസുകാരുടെ സാന്നിധ്യവും എന്തെങ്കിലും എമർജൻസി റിപ്പോർട്ട് ചെയ്താൽ കൂടുതൽ ഫോഴ്സ് എത്തിച്ചേരാനുള്ള സാധ്യതയും കണക്കിലെടുത്തപ്പോൾ ആളൊഴിഞ്ഞ ഏതെങ്കിലും റെയിൽപാതയിൽ വെച്ച് കൃത്യം നടത്തുന്നതാണ് എളുപ്പമെന്ന് അവർ കണക്കുകൂട്ടി. ഈ ആശയം അഷ്ഫാഖുല്ല ഖാന്റേതായിരുന്നു. വിശദമായ പ്ലാനിങ്ങിന് ശേഷം 10 പേരടങ്ങുന്ന സംഘം ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പോലീസുകാർക്ക് സംശയം തോന്നാതിരിക്കാനായി ഷാജഹാൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പലരും പല വാതിലിലൂടെയായി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത ശേഷം അകത്തു കയറി. ഓരോരുത്തർക്കും പ്രത്യേകം ചുമതലകൾ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനുള്ള ഉത്തരവാദിത്തം രാജേന്ദ്ര ലാഹിരിക്കായിരുന്നു. പണപ്പെട്ടി സൂക്ഷിച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റിലെ ക്യാബിൻ ഗാർഡുകളെ നേരിടുക എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തം സംഘത്തലവനായ രാംപ്രസാദ് ബിസ്മിൽ തന്നെ നേരിട്ടേറ്റെടുത്തു. പണപ്പെട്ടിയുടെ പൂട്ട് തകർക്കാനുള്ള ചുമതല അഷ്ഫാഖുല്ല ഖാൻ ആയിരുന്നു. പരിസര നിരീക്ഷണം നടത്താനും ആരും ക്യാബിനെ സമീപിക്കാതിരിക്കാനുമുള്ള കാവൽ ചുമതല സാക്ഷാൽ ചന്ദ്രശേഖർ ആസാദിനായിരുന്നു. ചങ്ങല വലിച്ച് രാജേന്ദ്ര ലാഹിരി ട്രെയിൻ നിർത്തിയതോടെ തീവണ്ടിയുടെ പല കോച്ചുകളിൽ നിന്നും വെടിശബ്ദം മുഴങ്ങി. തങ്ങൾ നിരവധി പേരുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കാനും അതുവഴി പ്രതിരോധത്തിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത മുളയിലെ തന്നെ നുള്ളിക്കളയാനുമുള്ള വിപ്ലവകാരികളുടെ പദ്ധതിയായിരുന്നു അത്. വെടിശബ്ദം മുഴങ്ങിയപാടെ സമയം പാഴാക്കാതെ രാംപ്രസാദ് ബിസ്മിൽ പണപ്പെട്ടി വെച്ചിരുന്ന കമ്പാർട്ട്മെന്റിനകത്ത് കയറി. തോക്കു ചൂണ്ടി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് ഗാർഡുകൾ പിന്നെ കൂടുതൽ പ്രതിരോധത്തിനൊന്നും മുതിർന്നില്ല. അഷ്ഫാഖുല്ല ഖാൻ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് പണപ്പെട്ടിയുടെ പൂട്ട് തകർക്കാനുള്ള ശ്രമം തുടങ്ങി. നിരവധി തവണ അദ്ദേഹം പ്രഹരിച്ചെങ്കിലും പൂട്ട് തകർന്നില്ല. ഇതേ സമയം അവസരത്തിന് തുയർന്ന രാംപ്രസാദ് ബിസ്മിൽ തന്റെ കയ്യിലുള്ള തോക്ക് കൂടെയുള്ള മന്മഥ്നാഥ് ഗുപ്തയെ ഏൽപ്പിക്കുകയും അഷ്ഫാഖുല്ല ഖാന്റെ കയ്യിൽ നിന്നും ചുറ്റിക പിടിച്ചു വാങ്ങി പൂട്ട് ലക്ഷ്യമാക്കി ശക്തിയായി പ്രഹരിക്കുകയും ചെയ്തു. 1-2 പ്രഹരത്തോടെ തന്നെ പൂട്ട് തകർന്നു. പൂട്ട് തകർക്കപ്പെട്ടതോടെ പണപ്പെട്ടിയിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്ന സഞ്ചികളിലേക്ക് മാറ്റി. ഈ സമയത്തായിരുന്നു വിപ്ലവകാരികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ട്രെയിൻ അസാധാരണമായി നിർത്തുകയും എങ്ങും വെടിവെച്ചകൾ മുഴങ്ങുകയും ചെയ്തതോടെ അഹമ്മദ് അലി എന്നൊരു യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങി. എന്നാൽ റെയിൽപാളത്തിലൂടെ തങ്ങളുടെ ബോഗിക്കരികിലേക്ക് നടന്നു വരുന്ന അഹമ്മദ് അലിയെ കണ്ട് കാവൽ നിന്നിരുന്ന മന്മഥ്നാഥ് ഗുപ്ത തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. 18 വയസ്സ് മാത്രം പ്രായവും തോക്ക് കൈകാര്യം ചെയ്തുള്ള പരിചയക്കുറവ് നിമിത്തം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് തന്നെ വെടിപൊട്ടിയതാണെന്നും ഒരു വാദഗതിയുണ്ട്. എന്തായാലും ബുള്ളറ്റ് ലക്ഷ്യത്തിൽ തന്നെ തറച്ചു. അഹമ്മദ് അലി സ്പോട്ടിൽ മരിച്ചു വീണു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായ ചന്ദ്രശേഖർ ആസാദ്, അഷ്ഫാഖുല്ല ഖാൻ എന്നിവർ മന്മഥ്നാഥ് ഗുപ്തയെ ട്രെയിനിൽ നിന്നും വലിച്ചെടുക്കുകയും നേരത്തെ നിശ്ചയിച്ചിരുന്ന എസ്കേപ്പ് റൂട്ടിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. സാധാരണ ഒരു കവർച്ചയായി അവസാനിക്കേണ്ട കാകോരി ട്രെയിൻ കൊള്ള ഒരു കൊലപാതകമാക്കി മാറ്റിയത് ഈ മന്മഥ്നാഥ് ഗുപ്തയ്ക്ക് സംഭവിച്ച ഒരേ ഒരു കൈപ്പിഴവാണ്. കാക്കോരിയിൽ വെച്ച് സർക്കാർ ഖജനാവ് മോഷ്ടിക്കപ്പെട്ട സംഭവം ബ്രിട്ടീഷ് സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി എടുത്തു. ഫലം, ഉത്തർപ്രദേശ് മുഴുവൻ അതിശക്തമായ തിരച്ചിൽ അരങ്ങേറി. ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ തന്നെ ചന്ദ്രശേഖർ ആസാദും അഷ്ഫാഖുല്ല ഖാനും ഒഴിച്ചുള്ള മുഖ്യപ്രതികളെല്ലാം പിടിക്കപ്പെട്ടു. 1926 ഡിസംബർ മാസം വരെ മുക്കിലും മൂലയിലും തെരച്ചിൽ നടത്തുന്ന പോലീസുകാരുടെ കണ്ടുവെട്ടിച്ച് അഷ്ഫാഖുല്ല ഖാൻ കഴിച്ചുകൂട്ടി. 10 മാസത്തോളം ഇന്നത്തെ ജാർഖണ്ഡിലുള്ള ഡാൽട്ടൻഗഞ്ചിൽ ഒരു കള്ളപ്പേരിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം രാജ്യം വിടാൻ ഖാൻ ഒരു പദ്ധതി തയ്യാറാക്കി. കാബൂൾ വഴി യൂറോപ്പിലേക്ക് കടക്കാനും അവിടെ നിന്നും പരിശീലനം നേടിയ ശേഷം തിരിച്ചു വന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ പുനരുജ്ജീവിപ്പിക്കാനുമായിരുന്നു അഷ്ഫാഖുല്ല ഖാന്റെ പദ്ധതി. കള്ള പാസ്പോർട്ടും മറ്റു രേഖകളും സംഘടിപ്പിക്കാൻ വേണ്ടി തന്റെ ബാല്യകാല സുഹൃത്തിനെ കാണാനായി അഷ്ഫാഖുല്ല ഖാൻ ഡൽഹിയിലെത്തി. അഷ്ഫാഖുല്ല ഖാനെ ഹാർദവപൂർവ്വം തന്നെ ബാല്യകാല സുഹൃത്ത് വരവേറ്റു. വിഭവസമൃദ്ധമായ അത്താഴം വിളമ്പിയതിനു ശേഷം അദ്ദേഹത്തിന് ഉറക്കറ കാണിച്ചു കൊടുത്തു. സുഖമായി ഉറങ്ങിയ അഷ്ഫാഖുല്ല ഖാൻ പക്ഷേ കാലത്ത് കണി കണ്ടത് പോലീസിനെ ആയിരുന്നു. പട്ടാപ്പകൽ സർക്കാർ പണം കൊള്ളയടിച്ച ഈ സംഭവം തങ്ങൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായാണ് ബ്രിട്ടീഷ് സർക്കാർ കണക്കാക്കിയത്. അഭിമാന പ്രശ്നമായി ഇതെടുത്ത അവർ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ കേസ് നടത്താൻ ചെലവാക്കി. 40-ലധികം പേരെയാണ് കാക്കോരി ട്രെയിൻ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 10 പേരിൽ ബൻവാരി ലാൽ എന്നൊരാൾ പിന്നീട് പോലീസ് വിറ്റ്നസ്സായി മാറി. ഇയാളുടെ മൊഴി ബ്രിട്ടീഷ് കോടതി മറ്റ് 9 കുറ്റവാളികൾക്കെതിരെയുള്ള പ്രാഥമിക തെളിവായി ഉപയോഗിച്ചു. ഇതേ സമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും മുഖം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നെങ്കിലും ഇന്ത്യൻ റെയിൽവേ ഗാർഡുമാരിൽ ഒരാൾ പോലും ജയിലിൽ വെച്ച് നടന്ന ഐഡന്റിഫിക്കേഷൻ പരേഡിൽ കുറ്റവാളികളെ തിരിച്ചറിയാൻ തയ്യാറായില്ല. 1927 ഏപ്രിലോടുകൂടി ലക്നൗ സെഷൻസ് കോടതി കേസിന്റെ വിചാരണ പൂർത്തിയാക്കി.
സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനും നേതാവുമായ റാം പ്രസാദ് ബിസ്മിലിനും അഷ്ഫാഖുല്ല ഖാനും ഠാക്കൂർ റോഷൻ സിംഗിനും രാജേന്ദ്ര ലാഹിരിക്കും ബ്രിട്ടീഷ് കോടതി തൂക്കുകയറാണ് വിധിച്ചത്. മറ്റുള്ള കുറ്റവാളികൾക്ക് ആൻഡമാൻ നിക്കോബറിലേക്ക് നാടുകടത്തൽ, ജീവപര്യന്തം തടവ് മുതലായ ദീർഘകാല ശിക്ഷകളും. 9 പേരെയും കുടുക്കാൻ സഹായിച്ച മൊഴി നൽകിയതിന് ബൻവാരി ലാലിനെ ബ്രിട്ടീഷ് കോടതി വെറുതെ വിട്ടു. ഏകദേശം 8,000 മുതൽ 10,000ന്റെ അടുത്ത് ഇന്ത്യൻ രൂപയാണ് അന്ന് കാക്കോരി സംഭവത്തിൽ വിപ്ലവകാരികൾ കവർച്ച ചെയ്തത്. ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് വരുന്ന ഈ തുകയാണ് പിന്നീട് അങ്ങോട്ട് ഭാരതത്തിൽ നടന്ന സകല വിപ്ലവ പ്രവർത്തനങ്ങൾക്കും പ്രാഥമിക ഇന്ധനമായി മാറിയത്.